ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ അരിപ്പൊടി ഉപയോഗിച്ചാണ് വട്ടയപ്പം റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റായി വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയില്ലേ, ആ പത്തിരിപ്പൊടി ഉപയോഗിച്ചാണ് വട്ടയപ്പം റെഡിയാക്കുന്നത്. നമുക്കറിയാമല്ലോ, പത്തിരിപ്പൊടി എന്ന് പറയുമ്പോൾ വളരെ നൈസായ പൊടിയാണ്. അതുപയോഗിച്ചുണ്ടാക്കുന്ന വട്ടയപ്പമാണെങ്കിലും അത്രയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ പാക്കറ്റ് ഒന്ന് ഞാൻ പൊട്ടിച്ച് ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പൊടി ആദ്യം തന്നെ എടുക്കട്ടെ. പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പൊടി എടുത്ത് ഞാനൊരു പാനിലേക്ക് ഇടാൻ പോവാണ്. ആദ്യം നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയാണ് ഈ പൊടി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് കൊണ്ടുവരാം. 2 ടേബിൾ സ്പൂൺ പൊടി എടുക്കട്ടെ. ഈ വലിയ സ്പൂണിനാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ചെറിയ സ്പൂൺ ആകുമ്പോഴത്തേക്കും അത് ടീസ്പൂണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ഞാനൊരു പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പം ഞാനെപ്പോഴും മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ 240 ml മെഷറിംഗ് കപ്പാണ്. ഈ മെഷറിംഗ് കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തത്. അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കട്ടയൊന്നും ഇല്ലാതെ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഇത് അങ്ങോട്ടേക്ക് വെക്കട്ടെ. ഇനി ചെറിയ തീയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ തന്നെ കുറുക്കിയെടുക്കണം. നല്ല ഫ്ലെയിമിൽ പെട്ടെന്ന് വറ്റിപ്പോകുന്ന വിധത്തിൽ ഇത് കുക്ക് ചെയ്തെടുക്കരുത്. ഇതൊന്ന് നന്നായി കുക്കാവണം. അതിനുവേണ്ടി ചെറിയ തീയിൽ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മാവ് കുറുകിക്കൊണ്ടിരിക്കുവാണ്. നല്ല തിക്ക് പേസ്റ്റ് പോലെ ആവുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ ഇതിങ്ങനെ കുറുക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി മാറും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കപ്പി കാച്ചി എടുക്കുന്നത്. നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ അല്പം പൊടിയെടുത്ത് ഇതുപോലെ കാച്ചി അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളയപ്പത്തിനും നല്ല സോഫ്റ്റായി കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി കുറുകി കഴിഞ്ഞു. ഒരല്പം കൂടെ കുറുകട്ടെ. കുറുകി നല്ല പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മിക്സ് ഒന്ന് തണുക്കണം. അപ്പോൾ ഇതവിടെ തണുക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് റെഡിയാക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. ഇത് 3/4 കപ്പ് അരിപ്പൊടിയാണ്. ആ പത്തിരിപ്പൊടി തന്നെ. ഈ ഒരു കപ്പാണല്ലോ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 3/4 കപ്പ് പത്തിരിപ്പൊടി, അതുപോലെ തന്നെ 3/4 കപ്പ് തേങ്ങാപ്പാൽ, 1/2 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. പിന്നീട് 3 ഏലക്ക, ഒരു പിഞ്ച് ഉപ്പ് കൂടി വേണം. അപ്പോൾ ഈ ഏലക്കയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അപ്പം ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായി ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുകയാണ്. അതിനുശേഷം ഏലക്ക ഞാൻ തൊലി കളഞ്ഞെടുത്തതാണ്, അത് ചേർക്കാം. പിന്നീട് പഞ്ചസാര ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. കൂടുതൽ വേണ്ട, ഒരു പിഞ്ച് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, തരി കാച്ചി വെച്ചത്, നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്ന ആ കപ്പി കാച്ചിയത് ഇതിലേക്ക് ഈ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. കപ്പി കാച്ചിയതും ഇതിലേക്ക് ചേർത്തു. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലിൽ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിതൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് കൊണ്ടുവരാം. മാവ് നല്ല പോലെ ഞാൻ അരച്ച് കഴിഞ്ഞു. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി കുറേശ്ശെയായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലിൽ പകുതി പാൽ മാത്രമേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പകുതി പാൽ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്.
അതിനിപ്പോൾ നമുക്ക് ഈ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായി വരും. അപ്പോൾ പകുതി അരിപ്പൊടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്തു. ഇനി ബാക്കി ഉണ്ടായിരുന്ന അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടി വരും. അപ്പോൾ മുഴുവൻ മാവ് ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി ബാക്കി വന്നിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഞാൻ മുഴുവനായി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കട്ടെ. ആവശ്യമാണ് എന്ന് വരികയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഇതിൻ്റെ അയവ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പാൽപ്പായി വെള്ളം ചേർത്ത് അയവാക്കി എടുക്കട്ടെ. അപ്പം ഞാനിനി അതൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് വെച്ച് ശരിയാവുന്നില്ല. അപ്പോൾ ഒരു വിസ്ക് വെച്ച്, ഇതുപോലുള്ള ഒരു വിസ്ക് വെച്ചാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ടകളൊക്കെ ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വിസ്ക് വെച്ച് ഇത് നന്നായി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ തരിയില്ലാതെ എടുത്തു കൊണ്ടുവരട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത്, ഇത് ദോശമാവ് അല്ല ഇഡ്ഡലി മാവിനേക്കാൾ ഇത്തിരി അയഞ്ഞ ഒരു മാവായിരിക്കണം ഇത്. അപ്പോൾ ഞാൻ അല്പാൽപ്പായി വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അയവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദോശ മാവിനേക്കാളും ഇത്തിരി കട്ടി കൂടിയത്, ഇഡ്ഡലി മാവിനേക്കാളും ഇത്തിരി അയഞ്ഞിരിക്കുന്നതുമായ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. കൂടുതൽ ലൂസായിരിക്കാനും പാടില്ല, കൂടുതൽ ടൈറ്റായിരിക്കാനും പാടില്ല. കൂടുതൽ കട്ടിയായ മാവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന വട്ടയപ്പം ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ലൂസായ മാവും ആവാൻ പാടില്ല, ഹാർഡായതും ആവാൻ പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് കൊടുക്കാം. അപ്പോഴത്തേക്കും ഈ മാവ് നന്നായി പൊങ്ങി വരും. നമ്മളിപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇത് പുളിച്ച് വന്നിട്ടുണ്ട്. ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ചൂടുകാലല്ലേ, പെട്ടെന്ന് ഫെർമെൻറ്റഡ് ആയിക്കോളും. അപ്പോൾ ഇത് ചുടാൻ വേണ്ടി ഒരു പാത്രം എടുക്കാൻ പോവാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന പാനാണ്. ഇങ്ങനത്തെ പാൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി. അരികെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിടക്കണം, ഉയർന്ന് കിടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അപ്പം ചുടാൻ പറ്റത്തുള്ളൂ. ഫ്ലാറ്റായി കിടക്കുന്ന സ്റ്റീൽ പ്ലേറ്റിൽ ചുടാൻ പറ്റില്ല. അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനാദ്യമായിട്ട് കുറച്ച് നെയ്യ് പുരട്ടി ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഒരല്പം നെയ്യ് ഒരു ബ്രഷിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡ്സിലും ഒന്ന് പുരട്ടി കൊടുക്കട്ടെ. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ പുരട്ടി കൊടുക്കണം. കാരണം വിട്ട് വരേണ്ടതല്ലേ, നമ്മുടെ ഈ വട്ടയപ്പം എന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് സൈഡ്സിലൊക്കെ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും സൈഡ്സിലും ഒക്കെ ഈ നെയ്യൊന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കട്ടെ. അപ്പോൾ നെയ്യ് പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചുടുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ച് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ച് ഇവിടെ സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കുവാണ്. ഇനി ഇത് ഒന്ന് ബോയിലാവട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഈ തട്ടൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഈ റിങ്ങൊന്ന് വെച്ച് കൊടുക്കുവാണ്. പാത്രം ശരിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ റിങ്ങൊന്ന് വെച്ച് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ നമ്മൾ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ അപ്പം റെഡിയാകുമ്പോഴത്തേക്കും ഇത് ഫുള്ളായി ഇവിടം വരെ ആയിക്കോളും. അപ്പം നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം വരെ മാത്രം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്ത മാവ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒന്ന് ഈവണായി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഇതിൻ്റെ പകുതി ഭാഗം വരെ ആയിട്ടുണ്ട്. അത്രയും മതി. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇപ്പോൾ അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ആ സമയത്ത് പറയാം. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, ലോ ടു മീഡിയം ഫ്ലെയിം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം.
5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ചേർത്ത് കൊടുത്താൽ ഈ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ താഴേക്കങ്ങ് മാവിലേക്കങ്ങ് താണു പോകും. ഒന്ന് ഇത്തിരി സെറ്റായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ ഇത് ഇതുപോലെ തന്നെ മുകളിൽ പൊങ്ങി നിന്നോളും. അതിനുവേണ്ടിയാണ് 5 മിനിറ്റ് ഒന്ന് ഈ മാവൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തത്. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് കിസ്മിസും ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് പ്ലെയിനായിട്ട് തന്നെയാണ് ചിലർ കഴിക്കാറ്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി ചെറിയ തീയിൽ ഞാൻ മുഴുവനായി ചേർത്ത് കൊടുത്തു. ഇനി ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് കൂടെ ഇത് കുക്കാവണം. തീ അധികം കൂട്ടി കൊടുക്കരുത്, ചെറിയ തീയിൽ വേണം കുക്കാവാൻ. അപ്പം നമുക്കിതിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യത്തെ വട്ടയപ്പം ഒഴിച്ചതിന് ശേഷം എനിക്ക് ബാക്കി വന്ന മാവാണിത്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ആരും ഇന്ന് തന്നെ ഉണ്ടാക്കുന്നില്ല, പിന്നെ തീരില്ല. അതുകൊണ്ട് ഞാൻ നാളെ വന്നിട്ട് ഇത് റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഞാൻ വെള്ളയപ്പോ അങ്ങനെ വേറെ വല്ലതും ചെയ്യും. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറക്കട്ടെ. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതിൻ്റെ മിഡിലായി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്കിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലീനാണ്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വെളിയിലോട്ടേക്ക് എടുത്ത് വെക്കട്ടെ. ഇതൊന്ന് ഞാൻ വെളിയിലോട്ടേക്ക് എടുത്ത് വെക്കട്ടെ. വെളിയിലോട്ടേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നന്നായി തണുത്തതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് വിടുവിച്ചാൽ മതി. അപ്പോൾ തണുക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റേലും ഒന്ന് ഇതുപോലെ റെസ്റ്റ് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ ഇത് ഇതിൽ നിന്ന് വിട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നന്നായി തണുത്തിട്ടുണ്ട്, ചെറിയൊരു ചൂട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഇതാ ഇപ്പം തന്നെ ഇളകി നന്നായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സോഫ്റ്റാണ്. ഇപ്പം തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വളരെ വളരെ സോഫ്റ്റാണെന്ന്. അപ്പോൾ എല്ലാവരും ഈ ഈസ്റ്ററിന് ഇതുപോലുള്ള വട്ടയപ്പങ്ങളൊക്കെ റെഡിയാക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. എല്ലാ ഫ്രണ്ട്സോടും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളെ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.